ഓണത്തിന് പ്രധാനമാണ് കേട്ടോ കൈകൊട്ടിക്കളി. തിരുവാതിരയിൽ നിന്ന് വ്യത്യസ്തമായ ചടുലമായ ചുവടുവയ്പ്പാണ് ഈ കൈകൊട്ടിക്കളിയുടെ പ്രത്യേകത. മരട് ശ്രീഭദ്ര കൈകുട്ടിക്കളി സംഘം നമുക്കായി ഇന്ന് കൈകുട്ടിക്കളി അവതരിപ്പിക്കുന്നുണ്ട്. ഓണവിശേഷങ്ങളും ഓണക്കാഴ്ചകളും ഒക്കെ തുടങ്ങി നമുക്ക് കൈകുട്ടിക്കളിയിൽ കൂട്ടിക്കയറാം. കൈകൊട്ടിക്കളി മാറ്റി നിർത്തി മലയാളിക്ക് ഓണാഘോഷമില്ല. തനിമയാർന്ന പാട്ടും ചടുലമായ ചുവടുവയ്പ്പുമാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളിലൊന്നാണ് കൈകൊട്ടിക്കളി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ കലാരൂപത്തിൽ പരമശിവന്റെയും പാർവതിയുടെയും വിവാഹപ്പെരുമയും മറ്റ് പുരാണ കഥാസന്ദർഭങ്ങളുമാണ് മുമ്പ് ഇതിവൃത്തമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് നവോത്ഥാന ഗാനങ്ങളും കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളുമെല്ലാം കടന്നു വന്നു. കൈകൊട്ടിക്കളിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള അപ്പനപ്പന്മാർ പാടിത്തന്നു പോയിട്ടുള്ള പഴയ പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ നമ്മുടെ കാർഷിക വിളകളെക്കുറിച്ചും കർഷകരെ കുറിച്ചും കർഷകരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ജീവിത അനുഭവത്തെക്കുറിച്ചും ഒക്കെ പാടുന്ന പാട്ട്, അതുപോലെ ആ ഇതിൻ്റെ ചുവടുകളും 7 ചുവടുകളാണ് ഇതിൽ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും ആ 7 ചുവടുകൾ വെച്ചിട്ട് ഇതൊരു സംഘം വെറും ഒരു കളിയല്ല, ഇതൊരു വിനോദ ഉപാധിക്കപ്പുറം ഇതൊരു സാംസ്കാരികപരമായ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ സാംസ്കാരികപരമായ ഒരു വിദ്യാഭ്യാസം കൂടിയായിട്ടാണ് ഈ സംഘം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിളക്കിന് ചുറ്റും വൃത്താകൃതിയിൽ അണിനിരന്ന് ഉറക്കെ പാട്ടുപാടി താളത്തിനൊപ്പം ചുവട് വെച്ച് കൈകൊട്ടിയാണ് അവതരണം. തിരുവാതിരകളിയെ അപേക്ഷിച്ച് കൂടുതൽ ചടുലമായ ചുവടുവയ്പ്പുകളാണ് കൈകൊട്ടിക്കളിയുടെ പ്രത്യേകത. താളം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ നല്ല അർത്ഥമുള്ള പാട്ടുകളാണ്. നമുക്ക് അതിൽ നിന്ന് കുറേ അറിവും കിട്ടും, നമുക്ക് അതിനുള്ള സന്തോഷവും കിട്ടും. എനിക്കത് സന്തോഷമാണ് ഇവരോടൊപ്പം ചേർന്ന് കളിക്കാനും. എന്നാലും ഒത്തിരി പ്രായം കുറഞ്ഞ പിള്ളേരല്ല, അതിൽ എനിക്കൊരു സന്തോഷമുണ്ട് ഇതിൽ കളിക്കാൻ. അമ്മമാരും അച്ഛന്മാരും പിള്ളേരും അവരുടെ അങ്ങനെ ചുവട് വെച്ച് പഴയകാല പാട്ടുകളൊക്കെ പാടി കളിച്ചുകൊണ്ടിരുന്നതാണ്. നാട്ടിൻപുറങ്ങളിൽ മുമ്പ് അത്തം മുതൽ 10 ദിവസവും കൈകൊട്ടിക്കളി ഉണ്ടാകുമായിരുന്നു. മംഗല്യ സൗഭാഗ്യത്തിനും സർവ്വൈശ്വര്യത്തിനുമായി ഒരു കാലത്ത് സ്ത്രീകൾ വ്രതമനുഷ്ഠിച്ച് ചെയ്തിരുന്ന കൈകൊട്ടിക്കളി പിന്നീട് ഓണാഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. താങ്ക് യു. ലേബിയാണ് കൈകൊട്ടിക്കളി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എത്ര പേർക്ക് അറിയാമായിരുന്നു? അത്തം മുതൽ പണ്ട് ഇങ്ങനെ കൈകൊട്ടിക്കളിയൊക്കെ കളിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ കൈകൊട്ടി കളിക്കാൻ? ആകെ കിട്ടുന്ന ഒരു ദിവസത്തെ അവധി അല്ലെങ്കിൽ 1.5 ദിവസത്തെ അവധി, പരമാവധി 2 ദിവസം അല്ലേ? സ്വകാര്യ കമ്പനികളിലൊക്കെ പണികളിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 1-2 ദിവസമൊക്കെയാണ് അവധി കിട്ടുക. അത് ഉത്രാടം വേണോ, തിരുവോണം വേണോ, അവിട്ടം വേണോ എന്നാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഭാര്യയുടെ വീട്ടിലൊരു ദിവസം, ഭർത്താവിൻ്റെ വീട്ടിലൊരു ദിവസം, ഓണം ഖതം. ഇതാണ് സാധാരണ രീതിയിലൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ 10 പേര് അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് വന്ന് കൈകൊട്ടി കളിക്കുന്ന ഒരു കാലം എന്നൊക്കെ പറയുന്നതിന് തിരിച്ചു വരുമ്പോൾ എന്ന് ചോദിച്ചാൽ അതൊക്കെ അന്യം നിന്ന് പോയി എന്നുള്ളതേ പറയാനുള്ളൂ. ഇതേപോലുള്ള ചില ഘട്ടങ്ങളിൽ മാത്രമായി വരും, പുതിയ കലാരൂപങ്ങളൊക്കെ വരും. ആ സമയത്ത് അതൊക്കെ നമ്മളിപ്പോൾ കാണുന്നു. കമ്പനികളാണിപ്പോൾ ഓണാഘോഷം ഗംഭീരമാക്കുന്നത് അല്ലേ? ജിമ്മുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ഓണാഘോഷ പരിപാടികൾ ഗംഭീരമായി നടക്കുന്നുണ്ട്. പണ്ടൊക്കെ വീടുകളിൽ നടന്നിരുന്നത് ഇപ്പോൾ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. ശരിക്കും ഓണം ഇപ്പോൾ ഉള്ളത് കോളേജുകളിലും ക്ലബ്ബുകളിലും ഈ സ്ഥാപനങ്ങളിലും ഒക്കെയാണ് അല്ലേ? പണ്ടൊക്കെ അത് വീട്ടിൽ ആഘോഷിച്ചുകൊണ്ടിരുന്നു. വീട്ടിലാൾ കുറഞ്ഞപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ആൾ കൂടി എന്ന് മാത്രം. തെറ്റില്ല.